ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഞ്ജു സ്റ്റോക്കിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മോട്ടോർ വാഹന വകുപ്പിൻ്റെ AI ക്യാമറയിലൂടെയും അല്ലാതെയും വരുന്ന വാഹനത്തിൻ്റെ പിഴകൾ എങ്ങനെയാണ് ഓൺലൈനിൽ കൂടി അടയ്ക്കുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. നമ്മുടെ വാഹനത്തിന് ഏതെങ്കിലും സാഹചര്യത്തിൽ പെറ്റി വരികയാണെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു SMS വരുന്നതായിരിക്കും. ആ SMSൽ KL എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു ചെല്ലാൻ നമ്പർ ഉണ്ടായിരിക്കും. ആ ഒരു ചെല്ലാൻ നമ്പർ വെച്ച് നമുക്ക് വാഹനത്തിൻ്റെ പിഴ അടയ്ക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ SMS വന്നില്ല എങ്കിൽ തന്നെ നമ്മുടെ വാഹനത്തിന് പിഴയുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ ഗൂഗിളിൽ പരിവാഹൻ പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അന്നേരം വരുന്ന പരിവാഹൻ സേവ എന്നുള്ള ആ സൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ രണ്ടാമത്തെ ഓപ്ഷനായ ഓൺലൈൻ സർവീസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും താഴോട്ട് വരുമ്പോൾ ചെല്ലാൻ എന്നുള്ള ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇതിൽ പേ ഓൺലൈൻ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെയാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിൽ ചെല്ലാൻ ഡീറ്റെയിൽ എന്നുള്ള അവിടെയാണ് നമ്മളിത് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ താഴെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ചെല്ലാൻ നമ്പർ, വെഹിക്കിൾ നമ്പർ, DL നമ്പർ എന്നിങ്ങനെ പറഞ്ഞ് നമുക്ക് SMS വഴി ചെല്ലാൻ നമ്പർ വന്നിട്ടുണ്ട് എങ്കിൽ ചെല്ലാൻ നമ്പർ സെലക്ട് ചെയ്യുക. അഥവാ നമുക്ക് ചെല്ലാൻ നമ്പർ ഇല്ല എങ്കിൽ നമ്മൾ നമ്മുടെ വെഹിക്കിൾ നമ്പർ അടിച്ച് നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് ഫൈൻ വന്നിട്ടുണ്ടോ എന്ന്. അതല്ലാതെ പെറ്റി വീണിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഉപയോഗിച്ച് നമുക്ക് പെറ്റി ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ വണ്ടിക്ക് ചെല്ലാൻ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കുകയാണ്. അതിനായിട്ട് നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനാണ് എടുക്കേണ്ടത്. വെഹിക്കിൾ നമ്പർ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വെഹിക്കിൾ നമ്പർ, അതിൻ്റെ തൊട്ട് താഴെ ചേസിസ് നമ്പർ ഓർ എൻജിൻ നമ്പർ എന്നിങ്ങനെ കാണിക്കുന്നതാണ്. മുകളിൽ നമ്മൾ നമ്മുടെ വെഹിക്കിൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്പേസ്, ഹൈഫൻ അതൊന്നും ഇല്ലാതെ നമ്മുടെ വണ്ടി നമ്പർ നേരെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചേസിസ് നമ്പർ ഉണ്ട്, നമ്മുടെ RC ബുക്കിലുണ്ട്. അതിൻ്റെ ലാസ്റ്റ് 5 ഡിജിറ്റാണ് അവിടെ എൻ്റർ ചെയ്യുക. ചേസിസ് നമ്പർ ഇല്ലെങ്കിൽ എൻജിൻ നമ്പർ, ഏതെങ്കിലും ചേസിസ് നമ്പർ അല്ലെങ്കിൽ എൻജിൻ നമ്പർ ഏതെങ്കിലും ഒന്ന് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്യുക. ഗെറ്റ് ഡീറ്റെയിൽ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ RC ബുക്ക് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാണാവുന്നതാണ് നമ്മുടെ വണ്ടിക്ക് പെറ്റി വന്നിട്ടുണ്ട്. ടോട്ടൽ ചെല്ലാൻ 1 എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. 6 പേരിലാണ് പെറ്റി വന്നിട്ടുള്ളതെന്ന് നമ്മുടെ വണ്ടി നമ്പർ, ആ ചെല്ലാൻ നമ്പർ കിടപ്പുണ്ട്. ഏത് ഡേറ്റ് ടൈമിലാണ് പെറ്റി വന്നിട്ടുള്ളത് എന്നും എത്ര എമൗണ്ട് ആണ് എന്നും എല്ലാം കാണിച്ചിട്ടുണ്ട്. അതുകൂടാതെ ചെല്ലാൻ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. ആ പ്രിൻ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ചെല്ലാൻ്റെ പ്രിൻ്റ് കാണാവുന്നതാണ്. അതിലെ ഫോട്ടോയും ഡീറ്റെയിലും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ഓൺലൈൻ വഴി തന്നെ അടയ്ക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന പേ നൗ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക. ട്രഷറി എന്നുള്ളത് സെലക്ട് എന്നിട്ട് നമുക്ക് സാധാരണ രീതിയിൽ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്യുന്ന ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കാവുന്നതാണ്. പേയ്മെൻറ്റ് ഗേറ്റ്വേ 2 എടുക്കുക. അതിനുശേഷം UPI പേയ്മെൻറ്റ്, പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ UPI എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ UPI അഡ്രസ്സ് എൻ്റർ ചെയ്യുക. കണ്ടിന്യൂ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് ഒരു പേയ്മെൻറ്റ് വരുന്നതാണ്. ആ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് ആ ഒരു പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ആ ഒരു ചെല്ലാൻ്റെ റെസിപ്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെ അക്ഷയയിലൊന്നും പോകാതെ തന്നെ നമുക്ക് MVDയുടെ പെറ്റി അടയ്ക്കാവുന്നതാണ്. ഈ ഒരു പെറ്റി നമ്മൾ 1 മാസത്തിനുള്ളിൽ അടച്ചിട്ടില്ല എങ്കിൽ ഈ ചെല്ലാൻ MVD വിർച്വൽ കോർട്ടിലേക്ക് വിടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സൈറ്റിൽ കൂടി ചെയ്യാൻ പറ്റുന്നതല്ല. വിർച്വൽ കോർട്ട് എന്നുള്ള വേറൊരു സൈറ്റ് ഉണ്ട്. ആ ഒരു സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. വിർച്വൽ കോർട്ടിൽ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.